ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമുക്ക് രാമായണ പാരായണത്തിലൂടെ രാമസന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കാം. രാമ സന്ദേശം കേൾക്കുന്നതിന് മുമ്പേ ഹനുമാൻ സ്വാമിയൊന്ന് സ്മരിക്കാം. മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. മഹാവീരനും വിക്രമനും വജ്രതുല്യമായ ശരീരത്തോടു കൂടിയവനുമായ അവിടുന്ന് നീചബുദ്ധികളെ നശിപ്പിക്കുന്നവനും സദ്ബുദ്ധിയുള്ളവരുടെ തോഴനുമാണ്. ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ധൈര്യത്തിനും ശക്തിക്കും വേണ്ടി ആരാധിക്കുന്ന ദേവതയാണ് ഹനുമാൻ സ്വാമി. ഹനുമാന്റെ ധീരത ശരീരതലത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. അതിലുപരിയായി ഹനുമാന്റെ ധീരത ഒരു ആന്തരിക ശക്തിയാണ്. ഹനുമാൻ ശിവൻ ഭഗവാൻ ആദിയോഗിയാണ്. അതുപോലെ രുദ്രാവതാരമായ ഹനുമാനും ആദിയോഗിയാണ്. സൂര്യ നമസ്കാരത്തിന്റെ ഉപജ്ഞാതാവും ഹനുമാനാണ് എന്ന് പറയപ്പെടുന്നു. തന്റെ ഗുരുവായ സൂര്യഭഗവാനോടുള്ള ആദരസൂചകമായി ഹനുമാൻ ചിട്ടപ്പെടുത്തിയതാണ് സൂര്യ നമസ്കാരം. ശൗര്യത്തിൽ ഭാലിയും രാവണനു പോലും ഹനുമാനോട് തുല്യമല്ലെന്ന് വാൽമീകി രാമായണത്തിൽ പറയുന്നു. ഹനുമാന്റെ ഭുജവീര്യം കൊണ്ടാണ് ഞാൻ ലങ്ക, സീത, ലക്ഷ്മണൻ, ജയം, രാജ്യം, മിത്രങ്ങൾ, ബന്ധുക്കൾ എന്നിവയെല്ലാം നേടിയത് എന്ന് രാവണ നിഗ്രഹത്തിന് ശേഷം അയോധ്യയിൽ തിരിച്ചെത്തിയ രാമൻ പറയുന്നുണ്ട്. ശത്രുക്കൾക്ക് ഭയങ്കാരിയും മിത്രങ്ങൾക്ക് അഭയങ്കാരനുമാണ് ഹനുമാൻ. ഹനുമാൻ സീതാന്വേഷണത്തിനായി സമുദ്രലംഘനം ചെയ്ത് ലങ്കയിലെത്തി സീതാമാതാവിനെ ദർശിച്ചതിന് ശേഷം തന്നെ എതിർക്കാൻ വന്ന രാവണ കുംഭകർണ പുത്രന്മാരെയും ആയിരക്കണക്കിന് കിങ്കരന്മാരെയും നിഗ്രഹിച്ചതായി പറയുന്നുണ്ട്. പിന്നീട് രാമരാവണ യുദ്ധത്തിൽ രാവണന്റെ സൈന്യത്തിലെ എണ്ണമറ്റ രാക്ഷസന്മാരെയും ഹനുമാൻ വധിച്ചു. എന്നാൽ രാക്ഷസനാണെങ്കിലും വിവേകിയും സദ്ബുദ്ധിയുമായ വിഭീഷണനെ ഹനുമാൻ എപ്പോഴും പിന്തുണച്ചു. ഹനുമാന്റെ ഏറ്റവും വലിയ ശക്തി അദ്ദേഹത്തിന്റെ ഭക്തിയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം, ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യത്തിൽ ദുഷ്ചിന്തകൾക്ക് നിലനിൽപ്പില്ലാതെയായി സച്ചിന്തകൾ പരിപോഷിക്കപ്പെട്ടു. ഹനുമാൻ തന്നെ സ്മരിക്കുന്ന എല്ലാവരുടെയും ഉള്ളിലെ അഹംഭാവം എന്ന അസുരനെ വധിക്കുകയും പകരം അവിടെ ശ്രീരാമനാകുന്ന പരമാത്മാവിനെ പ്രതിഷ്ഠിക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഹനുമാൻ സ്വാമിയെ സ്മരിച്ച് രാമഭക്തനായ ഹനുമാൻ സ്വാമിയെ സ്മരിക്കുന്നതിലൂടെ രാമനിലെത്താൻ ശ്രമിക്കാം. ഇനി നമുക്ക് രാമായണ സന്ദേശം കേൾക്കാം. ഇന്ന് രാമായണ സന്ദേശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് രാമരാജ്യം എന്ന വിഷയമാണ്. ത്യാഗവും വിശാലതയും രാമന്റെ ജീവിതത്തിൽ ഉടനീളം കാണാം. ഭരതന് നൽകിയ വാക്കു പാലിക്കാൻ മാത്രമാണ് രാമൻ വനവാസം കഴിഞ്ഞ് ഭരണം സ്വീകരിച്ചത്. ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണമെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് രാമൻ രാജ്യം ഭരിച്ചത്. ഒരു ഭരണാധികാരിക്ക് ഉറ്റവരും ഉടയവരുമില്ല, പ്രജകൾ മാത്രമേ ഉള്ളൂ. അവരുടെ ക്ഷേമം മാത്രമായിരിക്കണം രാജാവിൻ്റെ ലക്ഷ്യം. ഒരു ഉത്തമ ഭരണാധികാരിക്ക് ഭരണം ഒരു തപസ്സാണ്, ഈശ്വര പൂജയാണ്. അത് ലോകത്തിനു വേണ്ടിയുള്ള ആത്മസമർപ്പണമാണ്. രാമന്റെ ഭരണം അങ്ങനെയായിരുന്നു. രാജധർമ്മം നിറവേറ്റുന്നതിനു വേണ്ടി തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ രാമൻ ഉപേക്ഷിച്ചു. സീതയെ പോലും ഉപേക്ഷിച്ചു. ഒടുവിൽ ലക്ഷ്മണനെയും വെടിഞ്ഞു. ഐശ്വര്യപൂർണമായിരുന്നു ആ ഭരണം. രാജാവ് ധർമ്മിഷ്ഠനായതുകൊണ്ട് പ്രജകളും ധർമ്മിഷ്ഠരായി തീർന്നു. രാമരാജ്യം എന്നത് ലോകത്തിൽ പ്രസിദ്ധമായി. രാമരാജ്യം ഏറ്റവും ഉത്തമമായ ഭരണത്തിൻ്റെ പര്യായമായി തീർന്നു. ഇത് പറയുമ്പോൾ ഒരു കഥ ഓർമ്മ വരികയാണ്. ഭോജരാജാവിൻ്റെ സന്നിധിയിൽ കവിയരങ്ങ് നടക്കുകയായിരുന്നു. ഭോജരാജാവ് രാമന് തുല്യനാണെന്നും അദ്ദേഹത്തിൻ്റെ രാജ്യം രാമരാജ്യത്തിന് തുല്യമാണെന്നും തൻ്റെ കവിതയിലൂടെ ഒരു കവി പാടി കേൾപ്പിച്ചു. കവിത കേട്ട് എല്ലാവരും കൈയടിച്ചു. എന്നാൽ ആ സമയം സഭയിലൂടെ പറന്നൊരു കാക്ക ആ കവിയുടെ തലയിൽ തന്നെ കാഷ്ടിച്ചു. കവി വിഷമിച്ചു. കോപിഷ്ഠനായ രാജാവ് കാക്കയെ വലയിട്ടു പിടിക്കാൻ കൽപ്പിച്ചു. അപ്പോൾ കാക്ക സംസാരിക്കാൻ തുടങ്ങി. മഹാരാജ, എന്നെ പിടിക്കേണ്ട ആവശ്യമില്ല.
ഈ കവി കള്ളം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അയാളുടെ തലയിൽ കാഷ്ടിച്ചത്. അങ്ങ് ആ രാമന് തുല്യനല്ല, അങ്ങയുടെ രാജ്യവും രാമരാജ്യത്തിന് തുല്യമല്ല. അത് ഞാൻ തെളിയിച്ചു തരാം, കാക്ക പറഞ്ഞു. അങ്ങ് അങ്ങയുടെ മന്ത്രിമാരെയും ഈ കവിയെയും കൂട്ടി എന്നെ അനുഗമിക്കണം. അങ്ങനെ രാജാവും മന്ത്രിമാരും കവിയും കാക്കയെ അനുഗമിക്കാൻ തുടങ്ങി. കാക്ക പറന്നു വന്നൊരു ഗുഹയുടെ പ്രവേശന കവാടത്തിൽ എത്തി. ഉള്ളിലേക്ക് കടന്ന് ഗുഹയിൽ കുറച്ച് മണ്ണു കൂട്ടിയിട്ടുണ്ടായിരുന്നു. മണ്ണു മാറ്റാൻ കാക്ക അവരോട് പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോൾ അവിടെ കണ്ടത് ധാരാളം തിളങ്ങുന്ന രത്നങ്ങളാണ്. കാക്ക പറഞ്ഞു, ഇവ രാമന്റെ കാലത്തെ രത്നങ്ങളാണ്. ആ കാലത്ത് ഒരു ധനികന് സന്താനങ്ങൾ ഇല്ലായിരുന്നു. സന്താനങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ രാജാവിന് ഒരു കുടം നിറയെ രത്നങ്ങൾ സമർപ്പിക്കാമെന്ന് ആ ധനികൻ നേർന്നു. ഈശ്വരേച്ഛയാൽ ധനികന് ഒരു കുഞ്ഞു പിറന്നു. ധനികൻ രത്നങ്ങളുമായി രാജാവിൻ്റെ അടുത്തെത്തി. എന്നാൽ തക്ക കാരണമില്ലാതെ ഈ രത്നം സ്വീകരിക്കാൻ രാമൻ കൂട്ടാക്കിയില്ല. നാട്ടിലെ ദരിദ്രർക്ക് ഈ രത്നങ്ങൾ വിതരണം ചെയ്യാൻ രാജാവ് കൽപ്പിച്ചു. എന്നാൽ രാമരാജ്യത്ത് ദരിദ്രരായ ആരും ഉണ്ടായിരുന്നില്ല. രത്നങ്ങൾ ലഭിക്കാൻ ആഗ്രഹമുള്ള ആർക്കെങ്കിലും അത് നൽകുവാൻ രാമൻ പറഞ്ഞു. എന്നാൽ അധ്വാനിക്കാതെ കിട്ടിയ ധനം സ്വീകരിക്കാൻ രാമരാജ്യത്തിൽ ആരും തന്നെ തയ്യാറായില്ല. അങ്ങനെ ആരും സ്വീകരിക്കാതെ കിടന്ന രത്നങ്ങളാണിത്. കഥ തുടരുകയാണ്. കാക്ക വീണ്ടും പറഞ്ഞു, രാജാവേ, അങ്ങ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കൂ. മന്ത്രിമാരും കവിയും കൈ ചുരുട്ടിപ്പിടിച്ചിരിക്കുകയാണല്ലോ. ആ കൈകൾ നിവർത്താൻ കൽപ്പിക്കും. കൈകൾ നിവർത്തിയപ്പോൾ അവരുടെ കൈകളിലെല്ലാം രത്നങ്ങൾ. സംസാരിച്ചു കൊണ്ട് നിന്നിരുന്ന അത്രയും സമയം കൊണ്ട് ചില രത്നങ്ങൾ അവർ കൈക്കലാക്കിയിരുന്നു. അതാണ് കൈ ചുരുട്ടിപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ കാക്ക പറഞ്ഞു, മഹാരാജാവേ, ഇപ്പോൾ മനസ്സിലായില്ലേ, അങ്ങയുടെ രാജ്യവും രാമരാജ്യമല്ല, അങ്ങയുടെ രാജ്യവും രാമരാജ്യവും തുല്യമല്ലെന്ന്. ഈശ്വര തുല്യനായ തൻ്റെ ജ്യേഷ്ഠ സഹോദരന് വേണ്ടാത്ത രാജ്യം തനിക്കും വേണ്ട എന്നാണ് ഭരതൻ തീരുമാനിച്ചത്. ഉടൻ തന്നെ വനത്തിലേക്ക് ചെന്ന് ശ്രീരാമചന്ദ്രനെ കണ്ട് പാദത്തിൽ വീണ് നമസ്കരിച്ച് അയോധ്യയിലേക്ക് തിരിച്ചു വരാൻ നിറകണ്ണുകളോടെ ഭരതൻ അപേക്ഷിച്ചു. അവിടുന്ന് തന്നെ രാജ്യഭാരം ഏറ്റെടുക്കണം എന്ന് ശ്രീരാമനോട് പ്രാർത്ഥിച്ചു. ഭരതന്റെ പ്രേമഭക്തിയിൽ അതീവ സന്തുഷ്ടനായ ശ്രീരാമൻ അനുജനെ സ്നേഹവാത്സല്യത്തോടെ ചേർത്തു പിടിച്ച് കണ്ണീരൊപ്പി ആശ്വസിപ്പിച്ചു. ജനങ്ങളുടെയും തന്നെ നാടുകടത്തിയ കാരണക്കാരിയായ കൈകേയി ഉൾപ്പെടെയുള്ളവരുടെയും സുഖവിവരങ്ങൾ രാമൻ സ്നേഹപൂർവ്വം അന്വേഷിക്കുകയും ചെയ്തു. തുടർന്ന് ഭരതനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും രാജ്യഭരണത്തെക്കുറിച്ചുള്ള രാമന്റെ കാഴ്ചപ്പാട് നമുക്ക് ബോധ്യമാകും. രാമരാജ്യം എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയും. ശ്രീരാമൻ ഭരതനോട് വാത്സല്യത്തോടെ ചോദിക്കുന്നതായി രാമായണത്തിൽ പറയുന്നു. ഭരത, നീ രാജ്യഭരണം ശ്രദ്ധയോടെയും വിവേകത്തോടെയും ആത്മസംയമനത്തോടെയും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കരുതട്ടെ. നിന്റെ ശ്രദ്ധ എല്ലാ മേഖലകളിലും ചെന്നെത്തുന്നുണ്ടല്ലോ. ജ്ഞാനികളെയും ഋഷീശ്വരന്മാരെയും പിതൃക്കളെയും ഗുരുജനങ്ങളെയും പിതൃസ്ഥാനത്തുള്ളവരെയും ജ്ഞാനവൃദ്ധന്മാരെയും വേണ്ടും വണ്ണം നീ പൂജിക്കുന്നില്ലേ? ധൈര്യശാലികളെയും അറിവുള്ളവരെയും ഇന്ദ്രിയ സംയമനം നേടിയവരെയും നീ മന്ത്രിപദത്തിൽ വെച്ചിട്ടില്ലേ? വത്സ, നീ ഉറക്കത്തിനടിമയായി പോകാറില്ലല്ലോ. ഉണർവോടും ജാഗ്രതയോടും നീ പ്രവർത്തിക്കുന്നുണ്ടോ? രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അന്നന്ന് നിർവഹിക്കേണ്ട കൃത്യങ്ങളെപ്പറ്റി നീ ചിന്തിക്കാറില്ലേ? ഭരണപരമായ കാര്യങ്ങളിൽ നീ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാറില്ലല്ലോ. മന്ത്രിമാരുമായി ചേർന്ന് നീ എടുത്ത തീരുമാനങ്ങൾ രാജ്യത്തിലെങ്ങും പരസ്യമാക്കാൻ നീ അനുവദിക്കാറില്ലല്ലോ. വലിയ നേട്ടമുള്ള സംരംഭങ്ങൾ കാലതാമസമില്ലാതെ വേഗത്തിൽ തുടങ്ങാറില്ലേ? ചെയ്തു തീർത്തതിന് ശേഷമോ അല്ലെങ്കിൽ തീരാറായ ഘട്ടത്തിലോ അല്ലാതെ നിന്റെ കൃത്യങ്ങൾ മറ്റു രാജാക്കന്മാർ അറിയാറില്ലല്ലോ. 1000 ബുദ്ധിശൂന്യന്മാരെയല്ല, അറിവും ബുദ്ധിയും വിവേകവുമുള്ള ഒരുവനെ വേണം ഉപദേശങ്ങൾക്കായി നീ സമീപിക്കാൻ. വിവേകബുദ്ധി ഇല്ലാത്തവർ 1000കണക്കിനോ 10000കണക്കിനോ ഉണ്ടാകും. വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടില്ലെന്ന് ഓർക്കണം.
ബലവാന്മാർ, യുദ്ധവിശാരഥന്മാർ, യോഗ്യതയുള്ളവർ, വിക്രമശീലർ എന്നിവരെയൊക്കെ നീ മാനിക്കാറുണ്ടല്ലോ. സൈന്യത്തിന് ഭക്ഷണം, ശമ്പളം എന്നിവ കാലതാമസം വരുത്താതെ വേണ്ടവിധം നൽകുന്നില്ലേ? ഭക്ഷണം, ശമ്പളം എന്നിവ വേണ്ട സമയത്ത് കിട്ടാതവർ ഭരിക്കുന്നവരോട് കോപിക്കുകയും അനർത്ഥം ഉണ്ടാക്കുകയും ചെയ്യും. അത് നീ മനസ്സിലാക്കണം. വിദ്വാനും സമർത്ഥനും പ്രതിഭാസമ്പന്നനും സത്യവാദിയും സ്വദേശിയുമായവനെ ദൂതനായി നിയമിച്ചിട്ടില്ലേ? ചാർവാക പണ്ഡിതന്മാരെ നീ മാനിക്കുന്നില്ലേ? അജ്ഞരെങ്കിലും അറിവുണ്ടെന്ന് അഭിമാനിക്കുന്ന അവർ അനർത്ഥമുണ്ടാക്കാൻ സമർത്ഥന്മാരാണ് എന്നത് മറക്കരുത്. ആരാധനയും പൂജയും വിധിപ്രകാരമുള്ള കർമ്മങ്ങളും ഉത്സവങ്ങളും ഒന്നും മുടക്കരുത്. കൃഷിയിടങ്ങൾ നല്ലവണ്ണം ഉഴുതുമറിച്ച് സമയത്തിന് കൃഷി ഇറക്കണം. കൃഷിക്കാർക്ക് പ്രത്യേകം പരിഗണനയും പ്രോത്സാഹനവും നൽകണം. കൃഷിയും പശുപാലനവുമാണ് ജനങ്ങൾക്ക് സുഖത്തെ നൽകുന്നത്. പട്ടണത്തിലുള്ളവരുടെ വിശപ്പടക്കുന്നതും ഗ്രാമത്തിലെ കർഷകരാണ്. അവരെ നല്ലവണ്ണം പരിഗണിക്കണം. ഭരത, തണ്ണീർ തടാകങ്ങൾ, പുഴകൾ, വെള്ളച്ചാലുകൾ എന്നിവയെയും കന്നുകാലികളെയും നീ വേണ്ടും വണ്ണം നോക്കുന്നില്ലേ? ചെറുകിട കച്ചവടക്കാർക്കും വ്യവസായികൾക്കും സുരക്ഷ നീ നൽകുന്നില്ലേ? സ്ത്രീകൾക്ക് വേണ്ട സുരക്ഷയും സാന്ത്വനവും നൽകുന്നില്ലേ? കാടുകളും വൃക്ഷങ്ങളും നീ സംരക്ഷിക്കുന്നില്ലേ? ധനത്തിന്റെ വരവ് നോക്കി അതിൽ കുറവല്ലേ ചെലവ് ചെയ്യുന്നുള്ളൂ? ഭണ്ഡാരത്തിലെ ധനം അധാർമികമായി ചെലവാക്കുന്നില്ലല്ലോ. ജനങ്ങളുമായി മതിയായ സമ്പർക്കം പുലർത്തുകയും അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും നീ ശ്രമിക്കാറില്ലേ? അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം നീ സ്ഥാപിച്ചിട്ടില്ലേ? ഇങ്ങനെ അനവധി കാര്യങ്ങൾ ശ്രീരാമൻ ഭരതനോട് ചോദിക്കുന്നുണ്ട്. ഈ വിധത്തിൽ ഒരു രാജ്യത്തിൻ്റെ സുസ്ഥിര വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും സന്തോഷത്തിനും ഒരു രാജാവ്, ഭരണകർത്താവ് ചെയ്യേണ്ട സകല കാര്യങ്ങളും ശ്രീരാമൻ ഭരതന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഭരണകർത്താവിന് വേണ്ട മാർഗദർശനമാണ് ശ്രീരാമന്റെ വാക്കുകൾ. എന്നാൽ ഭരതൻ രാമനോട് താണു വീണപേക്ഷിച്ചിട്ടും രാമൻ തിരികെ വന്ന് രാജ്യഭരണം ഏറ്റെടുക്കുവാൻ തയ്യാറായില്ല. താൻ അച്ഛന് കൊടുത്ത വാക്കു പാലിക്കാൻ ബാധ്യസ്ഥനാണെന്നും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കില്ലെന്നുമാണ് രാമൻ പറയുന്നത്. അങ്ങനെ ശ്രീരാമന്റെ പ്രതിനിധിയായി രാജ്യം ഭരിക്കാൻ ഭരതന് സമ്മതിക്കേണ്ടി വന്നു. ഒടുവിൽ രാമപാദുകവും ശിരസിലേന്തി ഭരതൻ അയോധ്യയിലേക്ക് മടങ്ങി. അവിടെ എത്തി ശ്രീരാമന്റെ പാദുകം സിംഹാസനത്തിൽ ഭക്തിപൂർവം പ്രതിഷ്ഠിച്ചു. മാത്രമല്ല, കായ്കനികൾ ഭക്ഷിച്ച് രാജകീയ സുഖഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് വെറും നിലത്ത് കിടന്നുറങ്ങി രാമനെ ധ്യാനിച്ചും കൊണ്ട് ഭരതൻ 14 വർഷം ലളിതമായ ജീവിതം നയിച്ചു. രാമന്റെ ഉപദേശപ്രകാരം ജനങ്ങളുടെ സന്തോഷവും സുഖവും മാത്രം മുൻനിർത്തിയാണ് ഭരതൻ രാജ്യം ഭരിച്ചത്. ഒരു ഭരണാധികാരി കേവലം ജനങ്ങളുടെ പ്രതിനിധി മാത്രമാണ്. ഭരണാധികാരിയുടെ ശക്തിയും അധികാരവും എല്ലാം ജനങ്ങളിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്കുകൾ പാലിക്കാൻ ഭരണാധികാരികൾ 100% ബാധ്യസ്ഥരാണ്. എല്ലാത്തിലും ഉപരി ഭരണാധികാരികൾ ഈശ്വരന്റെ പ്രതിനിധികളാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ ഈശ്വര ശക്തിയുടെ അധികാര പരിധിയിൽപ്പെടുന്നതാണ്. ഈശ്വരനാണ് പരമാധികാരി. അതുകൊണ്ട് ഭരിക്കുന്നവർ തൻ്റെ ഇഷ്ടപ്രകാരം ഭരണം നടപ്പാക്കരുത്, മറിച്ച് എളിമയോടെ ജനഹിതം മാനിച്ച് ഭരിക്കണം. അധികാരത്തിൽ ഇരിക്കുമ്പോഴും അഹങ്കാരത്തിനടിമയാകാതെ ജനങ്ങളുടെ എളിയ സേവകൻ ആയിരിക്കുന്നവരാണ് യഥാർത്ഥ ഭരണാധികാരി. അവർ ലളിതമായ ജീവിതം നയിക്കുന്നവരും ത്യാഗവും നിസ്വാർത്ഥ സേവയും ജീവിതവ്രതമാക്കിയവരും ആയിരിക്കണം. ഒരു ഭരണാധികാരി ചിലരോട് കൂടുതൽ അടുപ്പവും മറ്റുള്ളവരോട് അകൽച്ചയും വെച്ചു പുലർത്തരുത്. അടുപ്പമുള്ളവർക്ക് മാത്രം വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും അല്ലാത്തവരെ ഒഴിവാക്കുകയും ഇടിച്ചു താഴ്ത്തുകയും ചെയ്യരുത്. ഏതാനും ചിലരോട് മാത്രം അടുപ്പം തോന്നിയാൽ അത് ഭൂരിഭാഗത്തിനെ പ്രതികൂലമായി ബാധിക്കും. ചുരുക്കത്തിൽ, നല്ല ഒരു ഭരണാധികാരി ഒരു പരിധിവരെയെങ്കിലും സമദർശികൾ ആയിരിക്കണം.
അതുകൊണ്ടാണ് ഒരു ഭരണാധികാരി നല്ലൊരു സന്യാസിയും ആയിരിക്കണമെന്ന് പറയുന്നത്. അതാണ് ഭരതൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ഹരി ഓം നമഃ ശിവായ.